കൊല്ലം കുണ്ടറയിലെ ജലക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജല അതോറിറ്റിക്ക് മുന്നിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ ധർണ. പി സി വിഷ്ണുനാഥ് എം.എൽ.എയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ശാശ്വത പരിഹാരമുണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പി സി വിഷ്ണുനാഥ് 24-നോട് പറഞ്ഞു. കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കണം എന്നുള്ള ആവശ്യമുന്നയിച്ച് ജനപ്രതിനിധികൾ ധർണ നടത്തുകയാണ്. ജലഭവന് മുന്നിലാണ് ഈ ധർണ നടത്തുന്നത്. പി സി വിഷ്ണുനാഥ് എം.എൽ.എ ആണ് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് ഇവർ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എം.എൽ.എ എങ്ങനെയാണ് ഈ ധർണ? ഇത് പൊറുതി മുട്ടിയിട്ടാണ് പലതവണ ഇവിടെ വന്നു, ജനപ്രതിനിധികൾ വന്നു, നേതാക്കന്മാർ വന്നു, ജനങ്ങളാകെ പ്രതിഷേധിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കുണ്ടായി. 7 പഞ്ചായത്തിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. 500 രൂപ 600 രൂപ മുതൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഓരോ ദിവസത്തേക്കും 2 ദിവസത്തേക്കുമൊക്കെ കുടിവെള്ളം പൈസ കൊടുത്ത ആളുകൾ വാങ്ങുകയാണ്. ഇത് ഗവൺമെൻറ്റിന് വരൾച്ചയെ സംബന്ധിച്ച് മുൻകൂട്ടി അറിവുള്ളതല്ലേ? പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഒന്ന്, കനാൽ യഥാസമയം വെള്ളം തുറന്നു വിടും. അപ്പോൾ കിണറ്റിൽ വെള്ളം വരുമായിരുന്നു. കനാൽ വെള്ളം തുറന്നു വിടുന്നില്ല, കനാലിന് മെയിൻ്റനൻസ് ഇല്ല. 2, പിന്നെ ഈ ജിക്ക വഴി കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം ഉണ്ടായിരുന്നു. കിട്ടിക്കൊണ്ടിരുന്ന പഞ്ചായത്തുകളിൽ ഇപ്പോൾ എളമ്പള്ളൂർ അടക്കം അതിപ്പം കിട്ടിക്കൊണ്ടിരുന്നത് നിന്നിരിക്കുകയാണ്. മറ്റ് 6 പഞ്ചായത്തുകളിലും, നെടുമ്പനയിലാകട്ടെ, പെരിനാടാകട്ടെ, പേരയത്താകട്ടെ, കൊറ്റങ്കരയാകട്ടെ, കുണ്ട്രയിലാകട്ടെ, എല്ലാ പഞ്ചായത്തിലും 7 പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇനി മുൻകാലങ്ങളിൽ ചെയ്യുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അത്രയും രൂക്ഷമാകുന്ന സമയത്ത് വാട്ടർ ടാങ്കിൽ വെള്ളം ഈ രൂക്ഷമായ വാർഡുകളിൽ, ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായ വാർഡുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകൾക്ക് ഗവൺമെൻറ് പണം കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ സംവിധാനം റവന്യൂ വകുപ്പ് വഴി ചെയ്യുന്നതാണ്. അതുണ്ടായിട്ടില്ല. അപ്പോൾ വാട്ടർ ടാങ്കിൽ വെള്ളം കൊടുക്കുന്നില്ല, കനാൽ തുറന്നു വിടുന്നില്ല, പിന്നെ വാൽവിൻ്റെ അശാസ്ത്രീയമായി ക്രമീകരിച്ച് പക്ഷപാതപരമായി ചില സ്ഥലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വാൽവ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ വെള്ളം കിട്ടുന്ന സംവിധാനം നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതാക്കുക. പൊറുതി മുട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരവുമായിട്ട് കുണ്ട്രയിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമ ജനപ്രതിനിധികൾ, എം.എൽ.എയും ഇവിടെ വന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? മുന്നോട്ട് പോകും. അധികാരികൾ അതിന്റെ അഭിപ്രായം പറയട്ടെ, എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരം പറയട്ടെ. ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് എം.എൽ.എ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ജലഭവന് മുന്നിൽ എല്ലാവരും കുത്തിയിരുന്ന്, എം.എൽ.എ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരുന്നാണ് പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നു. പക്ഷേ ഇതുവരെയും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.